എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യലായി തയ്യാറാക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം വട കൂട്ടുകറിയാണ്. നല്ല സ്വാദുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാൻ വട തയ്യാറാക്കാൻ 1/4 കപ്പ് ഉഴുന്ന് കഴുകി കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണ്. വട തയ്യാറാക്കുന്നതിന് മുൻപ് പുറത്തെടുത്ത് വെള്ളം മാറ്റിയിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ബൗൾ ചൂടാകാതെ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും. അതിലേക്ക് 2 ചുവന്നുള്ളി, 1 പച്ചമുളകും ചേർത്ത് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അല്പം മാവ് വെള്ളത്തിലിട്ട് കൊടുത്താൽ മുകളിൽ പൊങ്ങിക്കിടക്കും. ഇങ്ങനെ ഇതാണ് പരുവം. അപ്പം നല്ല സോഫ്റ്റ് വട നമുക്ക് തയ്യാറാക്കാം. ഉഴുന്നുവട തയ്യാറാക്കുമ്പോഴും നമ്മളിങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അല്പം കുഴിവുള്ള ഒരു പാൻ എടുത്ത് അതിലേക്ക് ഇത് വറക്കുന്നതിനാവശ്യമായ വളരെ കുറച്ച് ഓയിൽ മതി. അതിലേക്ക് ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ചെറിയ വടകളായിട്ട് മതി. ചെറിയ ഡ്രോപ്പായിട്ടിട്ട് കൊടുത്തേച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് 2 തവണയായിട്ട് ഇത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൊരിഞ്ഞു പോകരുത്, എന്നാൽ വട പാകത്തിന് മൂക്കുകയും വേണം. അപ്പം നമ്മൾ വടയെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടുകറി തയ്യാറാക്കുന്നതിനുള്ള മസാല തയ്യാറാക്കാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതിലേക്ക് 2 മീഡിയം സവാള ഒരുവിധം കനത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം പൊട്ടറ്റോ ആണ്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതുകൂടെ നമുക്ക് വെള്ളം ഇല്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും സവാളയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 3 കപ്പ് രണ്ടാം പാൽ ചേർക്കുന്നതിൻ്റെ വീഡിയോ സ്കിപ്പായിപ്പോയി. അതുകൂടെ പാലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 പാലാണ്, 3 കപ്പ് 2 പാൽ. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കും. ഇനി 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇത് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചാറ് നന്നായിട്ട് കുറുകി വരണം. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വേകണം. ഇപ്പം നന്നായിട്ട് പരുവമായിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് തിക്കായി. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വടകൾ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ വടകൾ ചേർത്ത് കൊടുക്കാൻ. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മസാലകളൊക്കെ വടയിൽ നന്നായിട്ട് പിടിക്കണം. ഇനി നമുക്ക് ഒരു 1 പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1 പാൽ ഒരു 1/4 കപ്പ്, 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലും കൂടണ്ട, കാരണം തിക്കായിട്ടാണ് കറി ഇരിക്കേണ്ടത്. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് ഇളക്കി ചെറിയ ഒരു തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അടുപ്പിൽ നിന്ന് നമുക്ക് വാങ്ങി വയ്ക്കാം. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കും. അത് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഇത് നമ്മൾ കറിയിൽ താളിച്ച് ചേർക്കാനാണ്.
കടുക് പൊട്ടി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ചുവന്ന് വരണം. ചുവക്കെ മൂപ്പിച്ച് എടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. മുളകും ഒന്ന് മൂക്കണം. ഒരു ചെറിയ പിടി കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ താളിപ്പും കൂടെ ചേർക്കുമ്പോഴാണ് കറി നല്ല സ്വാദുള്ളതാകുന്നത്. തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്, ഒരു പ്രയാസവുമില്ല. നല്ല ടേസ്റ്റുള്ള കറിയാണ്. സദ്യക്കൊക്കെ സൂപ്പർ കറിയാണ്. അപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വടക്കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അല്പസമയം ഇരുന്ന് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് മുറുകി വരും. അപ്പം നമ്മളിത് ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് അടച്ചു വെച്ച് കഴിയുമ്പം ഇതിൻ്റെ ഫ്ലേവറും ഈ മണവും എല്ലാം നന്നായിട്ട് കറിയിലേക്ക് കിട്ടും. അപ്പം നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.